നമ്മുടെ മനസ്സിന് വളരെയധികം ആശ്വാസം നൽകുന്നതും എനർജി നൽകുന്നതും രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പരിശുദ്ധമായ ഖുർആനാണ്, അത് പാരായണം ചെയ്യുക അതോടുകൂടി. രണ്ടാമത്തേത് ബഹുമാനത്തോടു കൂടി സംഗീതം ആലാപിക്കുക എന്നുള്ളത്, പാട്ടുകൾ പാടുക. നമ്മുടെ ഏതൊരു ദുഃഖ സന്ദർഭത്തിലും രണ്ടും നല്ല ആശ്വാസം നൽകുന്നതാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്വാദിഖീന വസ്വാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആതി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത് والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ഖുർആൻ മണിക്കണ്ടടുത്ത് മണിക്ക് നീട്ടണ്ടടുത്ത് നീട്ടിയൊക്കെ ഓതിയാൽ വളരെ മനോഹരമായിരിക്കും. തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം കേട്ടോ. സംഗീതവും ഒട്ടും പിന്നിലല്ല. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. എത്ര മനോഹരമാണല്ലേ പഠിക്കുന്ന കാലത്ത് കേട്ടോ. സംഗീതത്തിൻ്റെ ബാലപാഠം പഠിക്കുമ്പോൾ കുളത്തൂർ സുകുമാരൻ ഭാഗവതർ എന്ന് പറയുന്നൊരു ആശാനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്ന വാക്കുകൾ ഇന്ന് ഓർക്കുകയാണ്. ഈ ഓട്ടുപാത്രത്തിനോടാണ് അദ്ദേഹം അതിനെ ഉപമിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നിലവിളക്കുകളും അല്ലാത്ത ഓട്ടുപാത്രങ്ങളൊക്കെ നമ്മുടെ പിഴുപുളി ഇട്ട് ഡെയിലി അങ്ങോട്ട് തേച്ച് കഴുകും, സ്വർണം പോലെ തിളങ്ങും. അതുപോലെയാണ് സംഗീതത്തെ. എന്തായാലും ഞാൻ ഇതിനെ ഖുർആനെയും സംഗീതത്തെയും ഒരേപോലെ ആണ്, അല്ലെങ്കിൽ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ആർക്കും വിരോധവും തോന്നുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഒമാനിലെ ഇബ്രിയിൽ നിന്നും കോയിൽ നിസാറാണ്. ബബായ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിലും തിരുത്തി തരണം കേട്ടോ.